5 മക്കളുടേതും വരും. ഇനി ആ മക്കൾക്കും സ്വാലിഹീങ്ങളായ മക്കളുണ്ട്. അത് ഉപ്പയുടെയും ഉപ്പൂപ്പയുടെയും ഖബറിലേക്ക് വരും. 7ഓളം തലമുറയിലേക്ക് അവർ ചെയ്യുന്ന നന്മകൾ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് മക്കളെ സ്വാലിഹാക്കാൻ അധ്വാനിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭീമമായ തുകകൾ നൽകി ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ നാട്ടിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം കാസർഗോഡിന്റെ ഹൃദയഭാഗമായ തളങ്കരയിൽ വളരെ പ്രശസ്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തെ വിദ്യാഭ്യാസം നൽകുന്ന ദാറുൽ ഹുദ സംവിധാനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്ത വിധം ലോകത്തിന്റെ മുഖ്യമൂലകളിൽ പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. 12 വർഷത്തെ വിദ്യാഭ്യാസമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ പാസ്സായ മക്കളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും. പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ് പാസ്സായ മക്കൾ ഇപ്പൊ അപേക്ഷിക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമളാൻ 20 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട സമയമാണ്. ജൂൺ 1 സ്കൂൾ തുടങ്ങി. ഒരു മാസത്തിൽ 10,000 കൊടുത്ത് 6,000 കൊടുത്ത് 3,000 കൊടുത്ത് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ. ഒരു വർഷത്തിൽ 1,00,000 ഒക്കെ വലിയ ചെലവുകൾ വരുന്ന. എന്താ ഇവിടെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്, പിന്നെ ഭൗതികങ്ങൾ. അവിടെ പഠിപ്പിക്കുന്നത് ഒന്നും കുറയാതെ അതിന്റെ ഇരട്ടിയോളം വിദ്യാഭ്യാസം കൂടുതൽ നൽകി. ഭൗതികതയിൽ മതങ്ങൾ അതിനേക്കാളും വിപുലമായി മതവിദ്യാഭ്യാസവും നൽകി 12 വർഷത്തെ വളരെ മനോഹരമായ ഒരു കോഴ്സ് നമ്മുടെ നാടിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി. ഇംഗ്ലീഷ് ഉണ്ട് അവിടെ, ഉറുദു സംസാരിക്കാൻ പറ്റും, അറബി, മലയാളം, കമ്പ്യൂട്ടർ വിജ്ഞാനമുണ്ട്, സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ ഒരു ഹുദവിയായി ഇറങ്ങുമ്പോ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്നത്. 3000 ഹുദവികൾ ഇറങ്ങിയിട്ടുണ്ട്. 100% ഹുദവികളും ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. 50% ആളുകളും PG ക്വാളിഫൈഡ് ആണ്. 20% ആളുകളും PGയുടെ മുമ്പിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി PhD ചെയ്യുന്ന ആളുകൾ, MPhil ചെയ്യുന്ന ആളുകൾ, ലണ്ടനിൽ പഠിക്കുന്ന ആളുകളുണ്ട്, തുർക്കിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്, അമേരിക്കയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പഠിക്കേണ്ടവർക്ക് യാതൊരു ചെലവില്ലാതെ 12 വർഷത്തെ കോഴ്സാണ്. ഭൗതികത എന്താണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിനേക്കാളും നല്ലൊരു വിദ്യാഭ്യാസം ഒരു ചെലവ് പോലും ഇല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ദാറുൽ ഹുദ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരേ ക്യാഷ് മുടക്കി മക്കളെ പഠിച്ചോനെ ഇവര് രാത്രി എപ്പോഴാ വരിക, സ്കൂൾ വിട്ട് വീട്ടിലെത്തുവോ, ഇവർ എന്തൊക്കെ ചെയ്യാം, അവിടുന്ന് കഞ്ചാവ് അടിക്കോ, ഇവരവിടുന്ന് പെണ്ണു പിടിക്കോ, ഇങ്ങനെയുള്ള ടെൻഷനുകളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുക. 12 വർഷം കഴിയുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാലിഹായ കൺകുളിർമയുള്ള മക്കളായി മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെൺകുട്ടികളാണെങ്കിൽ SSLC കഴിഞ്ഞാൽ വഫിയയുണ്ട്, ആൺകുട്ടികൾക്കുമുണ്ട് SSLC കഴിഞ്ഞാൽ വഫിയകൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? ഇതൊക്കെ നമ്മൾക്ക് സമസ്ത നൽകുന്ന, കേരളക്കരയിൽ സമസ്ത സംവിധാനം ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. ഒരു ചെലവുമില്ലാതെയാണ് പഠിപ്പിക്കുന്നത്, ഒരു ചെലവും നമ്മൾക്കില്ല. എന്നിട്ടും ഇതിനോട് ആളുകൾ അകലുന്നത് എന്തെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കുമ്പോ ഒരു 5 പൈസ നയാ പൈസ ചെലവില്ലാതെ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ കഴിവുമുള്ള നിപുണരായ വിദ്യാർത്ഥികളെ സമുദായത്തിലേക്ക് പറഞ്ഞേക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോ, അങ്ങനെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ മക്കളുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുക. എന്നിട്ട് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. 5000 ആളുകൾ 10,000 ആളുകളൊക്കെ ഇന്റർവ്യൂവിന് വരിക. ഒരു സ്ഥാപനത്തിന് 2000-ഓ 1000-ഓ 500-ഓ ആളുകൾ വന്നാൽ അതിൽ നിന്നൊരു 40 പേരെ തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു 80 പേരെ. ദാറുൽ ഹുദയിലൊക്കെ ഏകദേശം 2000-ഓളം ആളുകൾ അഡ്മിഷന് വരാറുണ്ട്. എടുക്കുന്നത് എത്രയാ? 40 ആളുകൾ, 80 ആളുകൾ. അപ്പോ വളരെ ബുദ്ധിയുള്ള, അത് മഹാനായ ബാപ്പുട്ടി ഹാജിയാണ് ഇതിന്റെ ശില്പി. ബാപ്പുട്ടി ഹാജി പറഞ്ഞു, ഇങ്ങനൊരു ഇന്റർവ്യൂ സംവിധാനം ദാറുൽ ഹുദയിൽ ഞാൻ തീരുമാനിക്കാനുള്ള കാരണം, നബി തങ്ങളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. ഒരു കാലഘട്ടത്ത് നമ്മുടെ മക്കൾ 5 മക്കളുണ്ട്, ഒന്നിനും കൊള്ളാത്ത മക്കളെ ഒരു കാലഘട്ടത്ത് പഠിപ്പിച്ചിരുന്നത്. 5 മക്കളുണ്ട്, കഴിയാത്തൊരു മക്കള്, ഒന്നിനും കഴിവില്ലാത്ത, എന്നാ പിന്നെ ഇവനെ ദർസിൽ കൊണ്ടുപോയി ചേർക്കാം എന്നൊരു സംവിധാനം പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ.
ആലിമീങ്ങൾ ബുദ്ധിയുള്ളവരാവണം, ആലിമീങ്ങൾ നല്ല കഴിവുള്ള ആളുകളാവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സംവിധാനം അഡ്മിഷന്റെ സമയത്ത് സംവിധാനിക്കാനുള്ള കാരണമെന്ന് മഹാനായ മർഹൂം ബാപ്പുട്ടി ഹാജി അള്ളാഹു അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അപ്പോ നമ്മുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളാവാൻ, നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ദീനി സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉണ്ടായാലുള്ള നേട്ടം എന്താണ്? ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ ഉണ്ടായാലുള്ള നേട്ടം എന്താണ്? സീസർ വലിക്കാത്ത, കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, അല്ലെങ്കിൽ നല്ല അച്ചടക്കമുള്ള, ഖുർആൻ ഓതിയാൽ അർത്ഥം മനസ്സിലാകുന്ന, കിതാബ് തിരിയുന്ന, ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും പ്രഭാഷണം നടത്താൻ പറ്റുന്ന പ്രഗത്ഭരായ മക്കൾ നമ്മൾക്കുണ്ടായാൽ നമ്മുടെ നമ്മുടെ കണ്ണിന് കുളിർമ ലഭിക്കാൻ അതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടത്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ മുടിയും ക്രോപ്പ് ചെയ്ത് ചെത്തി മുട്ടിനതായ ഫാൻഡ് വിട്ട് നടക്കുന്നതിന് പകരം മാന്യമായ മക്കളാക്കി വളർത്തുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മരിച്ചുപോയ ആളുകളെ നാം ജീവിപ്പിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതെല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ശേഷം വരുന്ന ആളുകൾ അഥവാ നിങ്ങളുടെ മക്കൾ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചരിത്രം പറഞ്ഞല്ലേ, സൂറത്ത് ഖുർആൻ മുഴുവനും മോദി ഉപ്പയുടെ കബറിലേക്ക് ആദ്യം ചെയ്യുമ്പോൾ ഉപ്പ ഇങ്ങനെ മസലും പിടിച്ച് ഇങ്ങനെ നിന്നു സന്തോഷത്തോടെ. മകൻ മരിച്ചപ്പോ ഉപ്പ മറ്റുള്ളവരുടെ അമലിന് വേണ്ടി കാത്തിരുന്ന സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മക്കൾ ഉണ്ടാക്കിയാൽ ആ മക്കൾ ഓതുന്ന ഫാത്തിഹ, ആ മക്കൾ ഓതുന്ന ദുആ, ആ മക്കൾ ഓതുന്ന പ്രാർത്ഥന, അത് മാതാപിതാക്കളുടെ ഖബറിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം തുടങ്ങിയാൽ, നല്ല കാര്യം ചെയ്താൽ, അതാ ഒരു സ്വാലിഹായ മക്കളെ ഉണ്ടാക്കിയാൽ, സ്വാലിഹായ മക്കൾ നല്ല കാര്യമാണല്ലോ, ഫലഹു അജ്റുഹാ, അതിന്റെ പ്രതിഫലം അവനുണ്ട്. വഅജ്റു മൻ അമില ബിഹാ. മജ്ലിസുൻ നൂർ ഉദ്ഘാടനം ചെയ്തത്, അതിന് തുടക്കം കുറിച്ചത് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് അല്ലേ? മജ്ലിസുൻ നൂറിന് തുടക്കം കുറിച്ചതാരാ? ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദർ അലി ശിഹാബ് തങ്ങളോട് മഹാനായ പാണക്കാട്ട് പൂമുത്ത്, പാണക്കാട്ട് സർമുല്ല, പ്രബുദ്ധ കേരളത്തിന്റെ അവസാന വാക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ചാനലുകാർ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരു മജ്ലിസുൻ നൂർ തുടങ്ങാനുള്ള കാരണം? അതിനുള്ള കാരണം എന്താ? എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോ ഹൈദർ അലി തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ വന്യപിതാവ് മഹാനായ പൂക്കോയ തങ്ങൾ, ഞങ്ങൾക്കൊരു രോഗമുണ്ടായാൽ, ഞങ്ങൾക്കൊരു അസുഖമുണ്ടായാൽ മജ്ലിസുൻ നൂറിന് പകരം മജ്ലിസുൻ നൂർ എന്നില്ലല്ലോ, ബദരീങ്ങളുടെ പേര് ഉച്ചരിച്ച് ബദരീങ്ങളുടെ 313 പേര് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ ഊതുമായിരുന്നു, ഞങ്ങൾക്ക് ശിഫ ലഭിക്കുമായിരുന്നു എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് വളരെ വ്യാപകമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മാറാവ്യാധിയായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബദരീങ്ങളെ വിളിച്ചിട്ട് നമ്മളൊന്ന് ദുആ ചെയ്യാ. അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതി. അപ്പൊ ഇന്ന് GCC രാഷ്ട്രങ്ങളിലെ കേരളക്കരയിലുള്ള ഒട്ടുമിക്ക മഹല്ലുകളിൽ, കേരളത്തിന് പുറത്തുള്ള മഹല്ലുകളിൽ മജ്ലിസുൻ നൂർ നിരന്തരമായി ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 10,000 മദ്രസകളിൽ ദിവസേന 3 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതിനാരാണോ തുടക്കം കുറിച്ചത്? മഹാനായ ബാഫഖി തങ്ങളാണ്. അവരുടെ ഖബറിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളിലും ഹദ്ദാദ് ചൊല്ലാറുണ്ടല്ലോ. 10,000 പള്ളികളിൽ വെച്ച് ഹദ്ദാദ് ചൊല്ലുമ്പോ അതിന്റെ ശ്രേഷ്ഠത ആർക്കാണ് പോകുന്നത്? സാഹിബുൽ ഹദ്ദാദ്. മൻകൂസ് മൗലിദ് ഓതുമ്പോ അതിന്റെ ശ്രേഷ്ഠത സൈനുദ്ദീൻ മഖ്ദൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നാടിൽ ഒരു കൊലപാതകം നടക്കുമ്പോ കാസർഗോഡ് ജില്ലയിൽ വെച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത്. റമദാനിന് മുമ്പുള്ള ഒരു മാസത്തിലെ 6ഓ 5ഓ കൊലപാതകമല്ല നമ്മുടെ നാട്ടിൽ നടന്നത്. എത്രത്തോളം നിസ്സാരമായിട്ടാണ് കൊലപാതകങ്ങളെ കാണുന്നത്. ഒരു പക്ഷിയെ പോലും വെറുതെ കൊല്ലരുത് എന്ന് പറഞ്ഞ മതമല്ലേ നമ്മുടെ മതം? ഒരു പക്ഷിയെ പോലും വെറുതെ കൊല്ലരുത്. ഒരു ഉസ്ഫൂർ, ഒരു പൈങ്കിളിയെ കാരണമില്ലാതെ കൊന്നുപോയാൽ ആ
പങ്കിളി നാളെ അക്ഷരാലോകത്ത് നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെയല്ലേ മനുഷ്യന്മാർ അങ്ങനെ യാതൊരു വില നൽകാതെ, യാതൊരു പ്രാധാന്യം നൽകാതെ എത്രയോ ആളുകൾ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ്. ദിനേന കൊലപാതകങ്ങളുടെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കൊലപാതകങ്ങളുടെ എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു ഓഹരി ആരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്? ആദം നബിയുടെ മകനായ ഖാബീലിന് ലഭിക്കുന്നുണ്ട് എന്ന് സഹീഹുൽ ബുഖാരി. ആദം നബി അലൈഹിസ്സലാമിന്റെ മകന് ഇതിന്റെ എല്ലാ ഓഹരിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? ആദ്യമായി കൊലപാതകം നടത്തിയത് ആദം നബിയുടെ മകൻ ഖാബീലാണ്. അപ്പൊ ആരാണോ ആദ്യമായൊരു തെറ്റ് ചെയ്യുന്നത്, ശേഷം അതേ തെറ്റ് ചെയ്യുന്ന ആളുകൾ ആ തെറ്റുകളിൽ ആദ്യം തുടങ്ങി വെക്കുന്ന ആളുകൾക്ക്, ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഒരു പിരിവ് പറയുകയാണെന്ന് സങ്കല്പിക്കുക. ഇന്ന് പിരിവൊന്നും എടുക്കുന്നില്ല, ഉദാഹരണം പറയാൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ആരാണ് ഇത് 5000 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ ഈ ദീനിയായ സംരംഭത്തിന്, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ളവർ കൈപ്പൊക്കൂ എന്ന് പറയുമ്പോ പെട്ടെന്നൊരാൾ കൈപ്പൊക്കി, ഞാൻ തരാം ഉസ്താദേ. അപ്പൊ ഒരാൾ കൈപ്പൊക്കി. അത് കണ്ടപ്പോഴാണ് ബാക്കിലുള്ള ആള് ഞാൻ തരാം, മുമ്പിൽ മറ്റൊരാള് ഞാൻ തരാം, സ്റ്റേജിലുള്ള ഒരാള് ഞാൻ തരാം, ബാക്കിലുള്ള പെണ്ണുങ്ങൾ ഒരു 10 ആള് ഞാൻ തരാം, 100 ആളുകൾ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ 100 ആളുകൾക്കും അതിന്റെ പ്രതിഫലമുണ്ട്. ആ 100 ആളുകളുടെ പ്രതിഫലങ്ങളിൽ നിന്ന് അല്പം പോലും കുറക്കാതെ ആരാണോ ആദ്യം കൈപ്പൊക്കിയത് അവനും കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സംഭാവനയുടെ കഥകൾ പറയുമ്പോ, പിരിവിന്റെ വിഷയം പറയുമ്പോൾ കൈതാത്തി വെക്കല്ല. 100 ആണോ കൊടുക്കാൻ പറ്റുന്നത്? 100 ആണെങ്കിൽ 100 കൈപ്പൊക്കിയേക്ക്. 1000 ആണെങ്കിൽ 1000 കൈപ്പൊക്കിയേക്ക്. നീ 1000 കൊടുത്ത ശേഷമായിരിക്കും പിന്നിൽ നിന്നൊരാൾ 1,00,000 കൊടുക്കുന്നത്. 1000 കൊടുത്ത നിനക്ക് 1,00,000ത്തിന്റെ പ്രതിഫലം ലഭിക്കും. കാരണം നീയാണ് ആദ്യം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ, നമ്മളൊരു നന്മയ്ക്ക് തുടക്കം കുറിച്ചാൽ എന്തിനേറെ പറയണം. ഈ ഒരു വാദിന്റെ സദസ്സ് സംഘടിപ്പിച്ച നമ്മുടെ SKSSF-ന്റെ പ്രവർത്തകരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അടക്കമുള്ള പ്രവർത്തകരെ, അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ്? ഈ 4 ദിവസത്തെ വാദിൽ ഒരു മാറ്റം ഉണ്ടായാൽ, ഒരാളിലെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ, യാസീനോദാൻ തുടങ്ങിയാൽ ഈ സംഘാടകർക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. വാദ് പറയുന്ന ഉസ്താദിനുണ്ട്, അതേപോലെ ഇതിന്റെ സംഘാടകർക്കുണ്ട്. ഇതിലേക്ക് സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി സഹായിച്ച എല്ലാ ആളുകൾക്കും ആ യാസീൻ ഓതുന്നതിന്റെ പ്രതിഫലമുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ കൈപ്പൊക്കിയിട്ടുണ്ട്. ഇന്നലെ കുറച്ചാളുകളെ കൈപ്പൊക്കിയിട്ടുള്ളൂ. ഇന്ന് ഒരുപാട് ആളുകൾ യാസീൻ ഓതിയതിന്റെ കൈപ്പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രതിഫലങ്ങളൊക്കെ ഈ ആളുകൾക്കൊക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒരു കാരണവശാലും വൈകിപ്പിക്കാൻ പാടില്ല. വേഗം അത് ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.